ആ ദിവസത്തിന്റെ ഭയാനകത ഓർക്കുമ്പോൾ കുട്ടികൾക്ക് പോലും നരബാധിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ആ ദിവസത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. അല്ലാഹു തആല നമ്മെ അതിൽ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗ്ഗലോകത്തേക്ക് അല്ലാഹു നമ്മെ എത്തിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല എത്ര വയസ്സായി? അദ്ദേഹം പറഞ്ഞു 60 വയസ്സ് കഴിഞ്ഞു. 60 ആമൻ, 60 വയസ്സായി. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, 60 വയസ്സായിട്ട് 60 വർഷമായി നിങ്ങൾ അല്ലാഹുവിന്റെ അജരിലേക്ക്, നിങ്ങൾക്ക് നിർണയിക്കപ്പെട്ട മരണത്തിന്റെ സമയത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണോ? 60 വർഷമായി നിങ്ങൾ അല്ലാഹു നിശ്ചയിച്ച മരണത്തിലേക്ക്, ഖബറിലേക്ക് നടന്നെടുക്കുകയായിരുന്നുവോ? ഈ മറുപടി കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവവും പേടിയും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പേടിച്ചുകൊണ്ട് പറഞ്ഞുപോയി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു പ്രയാസം വരുമ്പോൾ പറയുന്ന വാക്കാണത്. الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. സത്യവിശ്വാസിനികൾക്ക് എന്ത് പ്രയാസം വന്നാലും അവർ ഉടനെ പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫുളൈൽ ഇബ്നു ഇയാദ് ചോദിച്ചു, അതദ്രി മഅനാ ഖൗലിക ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ ആശയം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, അന അബ്ദുല്ലില്ലാഹ് വ ഇന്നി ഇലൈഹി റാജിഅ. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ആളാണ്. ഇന്നാ ലില്ലാഹ്, നമ്മളൊക്കെ അല്ലാഹുവിനുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അവനിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി 60 വയസ്സുള്ള ഒരു മനുഷ്യനോട് ചോദിച്ചപ്പോ, എത്രയായി വയസ്സ്? 60 കഴിഞ്ഞു. 60 വർഷമായിട്ട് അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച ഖബറിലേക്ക് നിങ്ങൾ നടന്നു പോവുകയായിരുന്നുവല്ലേ? 60 വർഷമായിട്ട് ജീവിതത്തിൽ നിന്ന് ഓരോരോ ദിവസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹ്. 60 വയസ്സായില്ലേ? നമ്മളൊക്കെ ആലോചിക്കാറുണ്ടോ 60 വയസ്സാകുമ്പോഴേക്കും? അതിന്റെ മുമ്പ് തന്നെ അല്ലാഹുവിന്റെ ഖളാഇന് വയസ്സിന്റെ ആവശ്യമില്ലല്ലോ. ഇതിന്റെ മുമ്പേ അവരിലേക്ക് തിരിച്ചു പോകാം. ഇവിടുത്തെ യാത്രയെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോകാം. ഓരോരോ ദിവസങ്ങളും യാത്രയുടെ ഡേറ്റിനോട് അടുത്തടുത്ത് വരാൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അല്ലാഹുവിലേക്ക് പോകേണ്ടവരാണ്. നമ്മളെല്ലാം അല്ലാഹുവിന്റെ അടിമകളാണ്. അതദ്രി മഅനാ ഖൗലിക. നിങ്ങൾ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് അർത്ഥം? അന അബ്ദുല്ലില്ലാഹ് ഇന്നാ ലില്ലാഹ്, we all belong to Allah വ ഇന്നാ ഇലൈഹി റാജിഊൻ, and unto him we all have to return. അല്ലാഹുവിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. നമ്മളൊക്കെ അല്ലാഹുവിനുള്ളവരാണ്. അല്ലാഹുവിനുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹ്, ആ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയോ? നമ്മൾ അല്ലാഹുവിനുള്ളവരാണ്. അവന് ഇഷ്ടമുള്ളതുപോലെ നമ്മളിൽ അവന് പെരുമാറാം. നമ്മുടെ മക്കൾ അല്ലാഹുവിനുള്ളതാണ്. അവൻ ഇഷ്ടപ്പെടുന്ന പ്രകാരം ആ മക്കളിൽ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ തരാം, തരാതിരിക്കാം. സമ്പത്ത് അല്ലാഹുവിന്റേതാണ്. അവൻ ഇഷ്ടമുള്ള രീതിയിൽ അല്ലാഹു അതിൽ പരീക്ഷണം തരാം, ബർക്കത്ത് തരാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാം അവരിലേക്ക് തിരിച്ചു പോകുന്നവരാണല്ലോ. അപ്പൊ ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഇദാ അലിംത അന്നക അബ്ദുൻ ലില്ലാഹ് وأنك إليه راجع فاعلم أنك موقوف بين يديه. നീ അല്ലാഹുവിന്റെ അടിമയാണെന്ന് മനസ്സിലാക്കുകയും അവനിലേക്ക് തിരിച്ചു പോകാനുണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്താൽ, ഓ മനുഷ്യ നീ ഉറപ്പിച്ചോ, فإنك بين يديه موقوف.
അവന്റെ മുമ്പിൽ നിനക്ക് നിൽക്കേണ്ട ഒരവസ്ഥ വരാൻ പോകുന്നുണ്ട്. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടി ബഹുമാന പുരസ്സരം എഴുന്നേൽക്കുന്നവർ. ഇമാമുന ഖുർത്തുബി തങ്ങൾ ആയത്തിനർത്ഥം കൊടുത്തത് അങ്ങനെയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരാണ്. വഇദാ അലിംത ഫുദൈൽ ഇബ്നു ഇയാദ് ഇന്നാ ലില്ലാഹിയുടെ മഅന മനസ്സിലാക്കി കൊടുക്കാൻ. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നവരാണെന്ന് ബോധ്യപ്പെട്ടാൽ ഫഇദാ അലിംത അന്നക മൗഖൂഫുൻ ബൈന യദൈ ഫഅലം അന്നക മസ്ഊൽ. അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരികയാണെങ്കിൽ ഉറപ്പിച്ചോ, നീ അവിടെ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നവനാണ്. നിന്നോട് അവിടെ ചോദ്യമുണ്ട്. വഇദാ അലിംത അന്നക മസ്ഊലുൻ ബൈന യദൈ. അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പിച്ചോ. ഫഅഇദ്ദ ലിസ്സുആലി ജവാബാ. നീ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പരിശ്രമിച്ചോ, ആരംഭിച്ചോ. ഇപ്പോൾ തന്നെ ആരംഭിച്ചേക്കണം. അവിടെ ചോദ്യമുണ്ട്, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇപ്പോഴേ കണ്ടുവച്ചേക്കണം. യാ ഫുദൈൽ ഇബ്നു ഇയാദ് ഫമൽ ഹീല. ഫുദൈൽ ഇബ്നു ഇയാദ്, അങ്ങനെ നമ്മളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുകയും അല്ലാഹു നമ്മളോട് ചോദിക്കാൻ പോവുകയുമെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി? ഫമൽ ഹീല, നാളെ എങ്ങനെ രക്ഷപ്പെടാൻ വഴിയുണ്ട്? എന്താണ് നാളെ രക്ഷപ്പെടാനുള്ള വഴി? ഫഖാൽ, പറഞ്ഞുകൊടുത്തു, തുബ് ഇലല്ലാഹ് വസ്തഗ്ഫിർ ലിമാ മളാ മിൻ ദുനൂബിക്. നിന്റെ കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ അല്ലാഹുവിനോട് പുറത്തു തരാൻ വേണ്ടി പറ. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങ്. യുസ്ലിഹ് ലക മാ ബഖി വയഗ്ഫിർ ലക മാ മളാ. വരാനുള്ള ജീവിതം അല്ലാഹു നിനക്ക് എളുപ്പാക്കി തരും. കഴിഞ്ഞു പോയത് അല്ലാഹു മാപ്പ് തരികയും ചെയ്യും. എന്ത് ചെയ്യണം? കഴിഞ്ഞ കാലത്തേക്ക് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന്. എന്തിനിവിടെ ജീവിച്ചു? ജീവിച്ചത് വീട് കെട്ടാൻ, ജീവിച്ചത് മക്കളെ കെട്ടിക്കാൻ, ജീവിച്ചത് ബിസിനസ് ഉണ്ടാക്കാൻ, ജീവിച്ചത് കല്യാണം കഴിക്കാൻ, ജീവിച്ചത് ഒരു കുടുംബജീവിതം ആസ്വദിക്കാൻ, ജീവിച്ചത് മറ്റെന്തിനൊക്കെയോ. അവസാന മാർക്ക് വേണ്ടിയായിരുന്നു ഇതൊക്കെ. ഇന്നാ ലില്ലാഹ്, നമ്മളൊക്കെ അല്ലാഹുവിനുള്ളവരാണെന്ന് പറയുകയും ചെയ്യുന്നു. ആർക്കായിരുന്നു ഈ ജീവിതം? അല്ലാഹുവിന് വേണ്ടി നമ്മൾ ജീവിച്ചുവോ? ഫസ്തഖിം കമാ ഉമിർത്. നബിയേ, അങ്ങയോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നേർവഴിയിൽ നിൽക്കണം കേട്ടോ. ഫസ്തഖിം കമാ ഉമിർത. ശുദ്ധ ഖുർആനിന്റെ അവസാനത്തെ ആയത്തുകളിൽ സൂറത്ത് ഹൂദിലടക്കം വരുന്ന പരാമർശങ്ങളാണിത്. ഫസ്തഖിം കമാ ഉമിർത. നബിയേ, അങ്ങയോട് എങ്ങനെ ജീവിക്കണമെന്നാണോ പറഞ്ഞത് അതുപോലെ അങ്ങ് ജീവിച്ചേക്കണം കേട്ടോ. ആ വാക്കുകൾ കേട്ട് തലമുടി നരച്ചുപോയി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ എന്ത് സന്തോഷത്തിലാണ്. നമുക്കറിയോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്? ചിരിച്ച് ആടി തിമർത്ത് രസിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ മഹാനായ അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് ചോദിച്ചല്ലോ, ചെറുപ്പക്കാരാ, എന്തിനാണ് ഈ ചിരി? എന്താണ് ഈ ചിരിയുടെ അർത്ഥം? നാളെ നീ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. നാളെ അല്ലാഹുവിന്റെ സിറാത്തിലൂടെ കടന്നു പോകുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. പിന്നെ നിനക്ക് ചിരിക്കാൻ പറ്റുമോ? ഈ സംഭവത്തിന്റെ ശേഷം പിന്നെ ഈ ചെറുപ്പക്കാരൻ ചിരിച്ചതായി കണ്ടില്ലെന്ന് ചരിത്രം രേഖപ്പെടുത്തി. ചിന്ത കയറുകയാണ്, ആലോചന കയറുകയാണ്, ജീവിതം കളിയല്ലെന്ന് മനസ്സിലാക്കുകയാണ്.